വണക്കം 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 മക്കളെ. നാളെ വേടന് വേദിയൊരുക്കി സർക്കാർ വീണ്ടും. ഇടുക്കിയിൽ നാളെ റാപ്പ് സോങ് അവിടെ അലയടിക്കും. മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് റാപ്പ് സോങ് അവിടെ അലയടിച്ച് ഇടുക്കി അങ്ങ് കുലുങ്ങും. ഒരു തർക്കവും വേണ്ടാത്ത കാര്യമാണ്. പക്ഷെ ചില ആളുകൾക്കെല്ലാം അത് വലിയൊരു സങ്കടമാകുന്നു എന്നുള്ളതാ. വേടന്റെ വാക്കുകൾ അത് ഏറ്റവും കൂടുതൽ തറക്കുക തമ്പുരാക്കന്മാരുടെ നെഞ്ചത്ത് തന്നെയാണല്ലോ, അല്ലേ? ഉവ്വോ. കാരണം കറുത്തവനും പുലയനുമാണല്ലോ. താഴെ തട്ടിൽ നിന്നും പൊന്തി വരുന്നത് തീരെ പിടിക്കുന്നുണ്ടാവില്ല. അവന്റെ മൂർച്ചയുള്ള ആയുധങ്ങൾ ആ വാക്കുകളായിട്ട് ഇങ്ങനെ 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 അന്തരീക്ഷത്തിലൂടെ കറങ്ങി നടക്കുക. അതിങ്ങനെ കിട്ടേണ്ടവന്റെ നെഞ്ചത്ത് തന്നെ വന്ന് കിട്ടും. ശശികല ടീച്ചർ എല്ലാവർക്കും അറിയാം, വിഷകല എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് ഓമന പേരിട്ടിട്ട്. അവര് ഇട്ടൊരു പോസ്റ്റിന്റെ കുറച്ച് കാര്യങ്ങളുണ്ട്, വന്ന് വായിച്ചുതരാം. നായാടിയായാലും നമ്പൂതിരിയായാലും കറുത്താലും വെളുത്താലും കഞ്ചാവ് കേസിൽപ്പെട്ട ഒരാളെ സർക്കാർ പരിപാടിയിൽ പ്രദർശിപ്പിക്കാതിരിക്കാമായിരുന്നു. സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരമ്മയുടെ ആദിയായി കണ്ടാൽ മതി. എന്റെ പൊന്നമ്മച്ചി, ആദ്യമൊക്കെ നമ്മൾ കുറെ കണ്ടതാ. പൊന്നാനിക്കടൽ അത് മുസ്ലിങ്ങളുടെ, കൊച്ചിക്കടൽ അത് ക്രിസ്ത്യാനികളുടെ, ഞങ്ങൾ ഹിന്ദുക്കൾക്ക് കടലെവിടെ? ഹിന്ദുക്കൾക്ക് കടലുണ്ട് എന്റെ പൊന്നമ്മച്ചി. എന്റെ ചാച്ചി കാണ്ടില്ല, ഗുജറാത്ത് കാണ്ടില്ല തുറമുഖം അത് ഹിന്ദുക്കൾക്ക് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട്. കേരളത്തിലില്ലെങ്കിലും അവിടെ ഉണ്ടെന്ന് കൂട്ടിക്കോളും. ഇങ്ങനെ തിന്നുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ഒക്കെ വിഷം കലക്കുന്ന വിഷകല ടീച്ചർ ഈ സമൂഹത്തിന്റെ ആദ്യമായി അമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ പൊന്നമ്മച്ചി, അങ്ങനെയാണെങ്കിൽ ഞാനും ചോദിക്കട്ടെ, ഈ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകിടം മറക്കുന്ന രീതിയിൽ നിങ്ങളുടെ കൊടുങ്ങൂരിലുള്ള നിങ്ങളുടെ സംഘപുത്രൻ നോട്ടുകെട്ടുകൾ അടിച്ചിറക്കിയിട്ട് റിസർവ് ബാങ്കിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂജാമുറിയിൽ കഞ്ചാവ് MDMA വെച്ച ഒരു സ്വന്തം പ്രചാരകൻ ചേട്ടനെ അറിയോ? ഒരുപാട് ആളുകൾ അങ്ങനെയുണ്ട്. ഗുജറാത്ത് കലാപം ആരാ പറയണ? അതേപോലെ തന്നെ ബാബരി മസ്ജിദ് ആരാ പറയണ? രഥയാത്ര ഓർമ്മിപ്പിക്കണ? ഈ രാജ്യത്ത് തന്നെ കുട്ടിച്ചോറാക്കുന്ന രീതിയിൽ ഓരോ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകളാണ് ഇപ്പൊ നമ്മുടെ രാജ്യം ഭരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ആളുകൾ. കൊള്ളാം. എന്റെ അമ്മച്ചി കുറച്ച് കാര്യങ്ങളൂടെ നോക്കണം. എൻ്റെ ശശികല ടീച്ചറെ, ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നല്ല ശ്രദ്ധിക്കണ്ടേ. കമന്റ് ബോക്സിലുള്ള കുറച്ച് കമന്റുകൾ ഞാൻ വായിച്ചു തരാം. അതിന് മുന്നേ എനിക്ക് എൻ്റെതാ കയ്യിൽ നിന്ന് ഇട്ട് വെക്കണ്ടേ. വേടം പറഞ്ഞ വാക്കുകളിൽ കൃത്യമായി തമ്പുരാന്റെ നെഞ്ചത്ത് കയറും, ഒരു തർക്കോ കാര്യത്തിൽ വേണ്ട. വേടം ചെയ്ത പ്രവർത്തിയിൽ ആ കാര്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കഞ്ചാവ് അല്ലെ. പക്ഷെ മറ്റൊരു കാര്യം തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ സാധനം വായിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ലാതെ ആയി പോകും എന്നുള്ളത് കൊണ്ട് നിങ്ങളിപ്പോ സൈഡിൽ കാണുന്ന ആ ഒരു പോസ്റ്റ് കുറച്ച് ഇംഗ്ലീഷിലാണ് ഞാൻ മലയാളി വൽക്കരിച്ച് പറഞ്ഞുതരാം. കഞ്ചാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈന്ദവ മതത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും നമ്മൾ ആ കാര്യത്തിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ തീവ്ര ഹിന്ദുത്വ മനോഭാവമുള്ള ആളുകൾ നിർബന്ധമായി വിശ്വസിച്ചിരിക്കണം. ശിവസേന വിശ്വസിച്ചേ ഒക്കൂ. കാരണം കഞ്ചാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവമാണ്, ഒരു പൂവാണ്, ഒരു ഫ്ലവറാണ്, അല്ലെങ്കിൽ ഒരു ഇലയാണ്, എല്ലാമാണ്. അങ്ങ് നോർത്ത് ഇന്ത്യയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഈ ഒരു സാധനത്തെ കഞ്ചാവ് അരച്ച് തേച്ചിട്ട് ഭാങ് എന്ന രീതിയിലാക്കും. ഭാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചമ്മന്തി പോലത്തെ ഒരു പച്ചവെള്ളം ചാണകം പോലെയുള്ള അത് കലക്കി കുടിക്കുന്ന പരിപാടി ഇവർക്കുണ്ട്. അതായത് ഹോളി ദിനങ്ങളിലും ശിവരാത്രി ദിനങ്ങളിലും നോർത്ത് ഇന്ത്യൻസിലെ ഹിന്ദുക്കൾ, അവരാണ് യഥാർത്ഥ ഹിന്ദുക്കൾ കേട്ടോ, അത് മനസ്സിലാക്കണേ. അവരത് ഉപയോഗിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അത് ശിവന് ഏറ്റവും പ്രിയപ്പെട്ടതായത് കൊണ്ടാണ്. ഹൈന്ദവ മതത്തിൽ കഞ്ചാവിന് അത്രക്കേറെ പ്രാധാന്യങ്ങളുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംഗീച്ചേട്ടൻ തന്നെ കാര്യങ്ങൾ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. കഞ്ചാവ് പ്രസാദമായി കൊടുക്കുന്ന സ്ഥലങ്ങൾ പോലും ഉണ്ട്, കേരളത്തിലുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ചില ആളുകൾ പറയുന്നുണ്ട് കൊടുക്കണം പോലും. അങ്ങനെയാണ്, ശിവൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്. ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നത്, ഞാൻ വായിക്കാനും നിൽക്കുന്നില്ല, വായിച്ചു നിന്ന് സമയം കളയേണ്ട വെച്ചിട്ടാ. ശിവാസ് ഫേവറേറ്റ് എന്നൊരു സാധനം കണ്ടില്ലേ? അതായത് ശിവ ഈസ് അസോസിയേറ്റഡ് വിത്ത് കനാബിസ്. കനാബിസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഇതിന് കുഞ്ച എന്ന് പറയും. With the legend suggesting he chose it as his preferred food after experiencing a refreshing effect from it. ഇംഗ്ലീഷ് വായിച്ച തെറ്റുണ്ടെങ്കിൽ മലയാളത്തിൽ പറഞ്ഞുതരാം. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണത്തിൽ ഒന്നും കൂടിയാണ് കഞ്ചാവ്. ശരിയായ രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ച് ആ കാര്യങ്ങൾ നല്ലതാണെന്ന് മനസ്സിലാക്കി, ശരീരത്തിൽ നല്ലതാണ്, ശരീരത്തിൽ ഉന്മേഷം ഉണ്ടാക്കും, കുറച്ച് മാലാക്കന്മാർ പറന്നു പോകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഹിന്ദു മതത്തിൽ ഈ ഒരു സാധനത്തിന് വലിയ പ്രാധാന്യം കൽപ്പിച്ചു കൊടുക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് മാത്രമല്ല, ഗൂഗിളിൽ തിരഞ്ഞാൽ മനസ്സിലാവും. ഇതിനെ വേറെ കുറെ പേരുകൾ പറയും. ബാങ്ക് ആൻഡ് പ്രസാദ് അങ്ങനെയൊക്കെ പറയാം. ബാങ്ക് പ്രസാദമായി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ഓക്കെ, നമ്മൾ എന്തിനാണ് കൂടുതലായിട്ട് ഡീറ്റെയിൽസിൽ കിടക്കുന്നത്? നമുക്ക്
ചാച്ചി അമ്മച്ചിക്ക് കിട്ടിയിട്ടുള്ള ഒരു കമന്റ് വായിക്കാം. വാ തുറന്നാൽ വർഗീയ വിഷം മാത്രം ചീറ്റുന്ന നിങ്ങളാണോ സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അമ്മച്ചി? സത്യ കാര്യമായിട്ട് പറയാണ്. RSSന്റെ 100ാം ജന്മദിനത്തിന്റെ അന്ന് ഇന്ത്യ എന്ന മഹാരാജ്യം അവർ ഓൾറെഡി ഭാരതമാക്കി കഴിഞ്ഞു. അടുത്തത് ഇത് ഹൈന്ദവ രാജ്യം, ഹിന്ദു രാജ്യമാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവരിതിന്റെ തുടക്കം കുറിക്കുന്നത്. തീർച്ചയായിട്ടും അതിനുവേണ്ടി ഒരു പണിയെടുക്കുന്നുണ്ട്. ആ പണിയെടുക്കലിനെ ഊട്ടിയുറപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ ഒരു ശശികല ടീച്ചർ. ശശികല ടീച്ചർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ തന്നെ മനസ്സിലാവും എന്നുള്ളതാണ്. തൊണ്ടക്ക് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. പറയാതിരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്. കാരണം ഇന്ന് പ്രോഗ്രാം ഇവിടെ നടക്കും. വേടനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മുന്നേ തന്നെ പറയാതിരിക്കുന്നത് മോശമാണല്ലോ, കഴിഞ്ഞ ശേഷം പറയണ്ടല്ലോ ചിട്ടാ. വേടൻ തെറ്റ് ചെയ്തു, ആ തെറ്റ് തിരുത്തപ്പെടേണ്ടതാണ്, തിരുത്തും. ഏതൊരു വ്യക്തിയും ഞാനൊരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാനത് ചെയ്തു എന്ന് അംഗീകരിക്കുന്നിടത്ത് തന്നെ അയാളുടെ പകുതിയെങ്കിലും അല്ലെങ്കിൽ കാൽഭാഗമെങ്കിലും അവനത് സമ്മതിച്ചു എന്ന് പറയാം. അത് കഴിഞ്ഞ് അടുത്തത് അത് പരിഹാരമുണ്ടാക്കുക എന്നുള്ളത്, അത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം അത് ചെയ്തിരിക്കും, ചെയ്യാതിരിക്കാൻ യാതൊരു കാര്യം കാണുന്നില്ല. ടീച്ചറെ, വേടൻ പബ്ലിക്കായി പറഞ്ഞു ഇനി കഞ്ചാവ് വലിക്കില്ല. നമ്മൾ പറഞ്ഞ പോയിന്റ്, പുകവലിയും മദ്യവും നിർത്താൻ ശ്രമിക്കുന്നു. വിഷയം ഇത് ഒന്നുമല്ല, താഴ്ന്ന ജാതിക്കാരനായതാണ് പ്രശ്നം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വക്കീലും വേടനെതിരെ പോസ്റ്റ് ഇട്ടു. ഭൂരിഭാഗം മനുഷ്യരും വേടനൊപ്പമാണ്. ആദ്യമൊന്നും വേണ്ട, ജാഗ്രത മാത്രം മതി. നിങ്ങൾക്കൊപ്പം നിങ്ങൾ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. കാരണം ഇയാള് സംസാരിക്കുന്ന വാക്കുകൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വാക്കുകളൊക്കെയാണേ, അതായത് പേരിന്റെ തറ്റത്ത് വാല് വെച്ചിട്ട് അലങ്കാരമായി കൊണ്ടു നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. പണ്ട് കാലങ്ങളിൽ അവർ ഏത് രീതിയിലാണ് ജീവിച്ചിരുന്നത് നമുക്കറിയാം. അടിച്ചമർത്തപ്പെട്ടവന്റെ ഒരു നിലവിളി, ആ നിലവിളി ഇപ്പോ സമര വിപ്ലവ വാക്കുകളായിട്ട് പുറത്തേക്ക് വരുമ്പോൾ അത് ശരിക്ക് നെഞ്ചത്ത് തറയ്ക്കുന്നുണ്ട്. നെഞ്ചത്ത് തറയ്ക്കുമ്പോൾ ഇവരെ അടിയാളനായി നിൽക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ഇവർ ശക്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ കാലം തെളിയിക്കും. ഇവിടെ താഴെ തട്ടിൽ കിടക്കുന്ന ആളുകൾ BJPയുടെ കൊടി പിടിച്ച് നടക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാലം കഴിയുമ്പോൾ അവർക്കത് മനസ്സിലായിക്കോളൂ എന്നുള്ളതാണ്. വേറെ ഒന്നും ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ. നെക്സ്റ്റ് കമന്റ്, പ്രശാന്ത് എട്ടുകാട്ടിൽ. ഓക്കെ, നിങ്ങൾ ടീച്ചറും ഹിന്ദുവുമാണെന്ന കാരണത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന വേദിയിൽ വർഗീയ വിഷം ചീറ്റുന്നത് കേൾക്കുന്നതിലും നല്ലത് വേടന്റെ പാട്ട് കേൾക്കുന്നതാണ് ചേച്ചിയെ. എൻ്റെ പൊന്നു ടീച്ചറെ, അതല്ലേ അതിൻ്റെതായ ഒരു ശരി. നിങ്ങൾക്ക് കിട്ടാൻ വേദികളിൽ നിങ്ങൾ പരമാവധി വിഷം കലക്കി വിടുന്നു. വിഷം കൊണ്ട് അങ്ങ് 5 കളിയാണ്. ഇതിപ്പോ BJPയിലുള്ള ആളുകൾ തന്നെ ചിന്തിക്കുമ്പോൾ അവർ പറയുന്നത് കുറച്ച് കൂടുതലല്ലേ എന്ന് അവർക്ക് തന്നെ തോന്നിപ്പോവാറുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആ ഒരു പ്രസംഗം ഒന്നും ഇവിടെ കൊണ്ടുപോയി കാണിക്കേണ്ട കാര്യമില്ല. ഇനി അത് കാണിച്ചിട്ട് വീണ്ടും നിങ്ങൾക്ക് തന്നെ ആളുകൾ തെറി വിളിക്കുക. അതുകൊണ്ടാണ്, വേറെ ഒന്നുമില്ല. വിനീഷ് കുട്ടൻ, കൊലപാതക കേസിൽപ്പെട്ട ആഭ്യന്തര മന്ത്രിമാരുള്ള നാട്ടിൽ ഇതൊന്നും അത്ര കാര്യമാക്കേണ്ട ചേച്ചി. പിന്നെ കഞ്ചാവ് ശിവച്ചെടി അല്ലേ, അത് ഉപയോഗിക്കുന്നത് തെറ്റാണോ? അയാൾ ആ ചോദ്യം ഇട്ടിട്ട് ഇല്ലേ, ആ സാധനമാണ് ഞാൻ മുന്നിട്ടത്. ശിവച്ചെടിയാണ്. വളരെ വളരെ ഹൈന്ദവ മതവിശ്വാസപ്രകാരം ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് കഞ്ചാവ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. പക്ഷെ അത് കേരളത്തിൽ മാത്രം അല്ലെങ്കിൽ 2 ഉള്ളിലൊക്കെ അവർ ചുരുട്ടി അങ്ങ് വലിച്ച് ആഞ്ഞു വിടുക എന്ന് പറഞ്ഞിട്ട് അതൊന്നൊരു കുഴപ്പമില്ല, കൊള്ളാം. ഏതായാലും പൂജാമുറിയിൽ 250 ഗ്രാം MDMAയും 1.5 കിലോ കഞ്ചാവും സൂക്ഷിച്ചു വെച്ച BJPക്കാരനൊന്ന് ഉപദേശിക്കണം ചേച്ചി. അതൊന്ന് ഉപദേശിച്ച് വിട് കേട്ടോ. നിങ്ങൾ പുറത്തിറങ്ങി പ്രസംഗിക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് എന്നാണ് പറയുന്നത്. ഇനി ഞാൻ കമന്റ് വായിക്കുന്നില്ല, അത്രയധികം ചേച്ചി എൻ്റെ പൊന്നെ അമ്മച്ചി കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാര്യമായിട്ട് പറയണം, ഒരുപാട് BJP നേതാക്കന്മാർക്ക് ഇത് നന്നായിട്ട് കൊണ്ടിട്ടുണ്ട്. അത് എന്തുകൊണ്ടായിട്ടുണ്ടെങ്കിൽ സവർണ മനോഭാവം അവരെ മനസ്സിനകത്ത് കിടക്കുന്നുണ്ട്. അത് അത്രയേ ഉള്ളൂ. അതൊന്നും കൂടാതെ മനുസ്മൃതിയൊക്കെ ആസ്വദിച്ച് മനുസ്മൃതിയൊക്കെ ഒന്ന് വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേടനും ഞാനോ അല്ലെങ്കിൽ നിങ്ങളൊക്കെ താഴെ തന്നെയാ. അത് അത്രയേ ഉള്ളൂ. അതും ബ്രാഹ്മണർക്ക് വേണ്ടിയിട്ട് അങ്ങ് മുകളിൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. മനുസ്മൃതിയാണ് ഞങ്ങളുടെതെല്ലാം എന്ന് പറയുന്ന ഇവരെയൊക്കെ നമ്മൾ എന്ത് പറയാനാ? അതുകൊണ്ട് കൂടുതലായിട്ടൊന്നും പറയേണ്ടതായിട്ടില്ല. ശശികല ടീച്ചറെ, നിങ്ങളൊന്നും മനസ്സിലാക്കുക, ഇവിടെ ഒന്നേ സംഭവിക്കുകയുള്ളൂ. എല്ലാവരും നേരിന്റെ കൂടെ നിൽക്കും. നേര് വിളിച്ചു പറയുന്ന ആളുടെ കൂടെ എപ്പോഴും നിൽക്കും. അയാൾ കഞ്ചാവ് വലിച്ചിരുന്നു, അതിനെല്ലാവരും എതിർത്തു. അയാൾ അതിൽ നിന്നും മുക്തി നേടി മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും കൂടെ നിൽക്കുന്നത് എന്തുകൊണ്ടറിയോ? അയാളത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വരട്ടെ വെച്ചിട്ടാണ്. പക്ഷേ 3 തവണയോ 4 തവണയോ 5 തവണ എത്ര തവണയോ അവിടെ നിങ്ങളെ റിസർവ് ബാങ്കിനെ സഹായിച്ച ആളെ പിടിച്ചിട്ടുള്ളത്? അയാളെന്തെങ്കിലും ചെയ്യുന്നില്ലേ? ഇനി ഹാൻഡ്സ് തിരികെ കയറ്റിവെച്ച ഒരാളെ നിങ്ങൾക്ക് അറിയില്ലേ? ഇരുമുടിക്കെട്ട് വലിച്ചെറിഞ്ഞ ഒരാളറിയില്ലേ? എൻ്റെ വീടിന്റെ അപ്പുറം അങ്ങ് റൈസ് ആൻഡ് ഫിഷ് കയറിയിട്ട് ശബരിമലയിൽ പോകുന്ന വഴിയിൽ മീനും കുട്ടി ഭക്ഷിച്ച ആളെ നിങ്ങൾക്ക് അറിയില്ലേ?
അവരൊക്കെ കൂടെ തന്നെ ചേർത്ത് വെക്കണം കേട്ടോ. ലഹരി വിമുക്ത കേരളം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് നിങ്ങൾ. എന്ന കൂട്ടത്തിലുണ്ട് ഒരുപാട് ഒരുപാട് ഒരുപാട്. കൂടുതലായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല, അത്രേ പറയുന്നുള്ളൂ. വേടൻ പാടുന്ന പാട്ടിന്റെ വരികള് അത് ചില തമ്പ്രാക്കന്മാരുടെ നെഞ്ചിലും തറയ്ക്കും, അത്ര തന്നെ. തമ്പ്രാക്കന്മാരെ ഊഞ്ഞാലാട്ടി നടക്കുന്ന ആളുകൾക്കും കൊള്ളും. കാരണം അങ്ങനെ കുറെ ആളുകൾ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി വേല ചെയ്ത് കൊടുത്തിരുന്ന, ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെ പിടിച്ചു കൊണ്ടുവന്നിരുന്ന, നിങ്ങളുടെ ഊർജം കളയരുത്, നിങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടിയാണ് പണിയെടുക്കുന്നത്, ബ്രിട്ടീഷുകാർ നമ്മുടെ യജമാനന്മാരാണെന്ന് പറഞ്ഞ ആളുകളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് അവിടെ നില്ല്. ഞങ്ങൾ വേടന്റെ വരികളൊക്കെ കേട്ടൊന്ന് ആസ്വദിക്കട്ടെ. കോട്ടെ. ഓക്കെ, വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി സന്ദീപ് പോൾ സൈനിങ് ഓഫ്.